ഈ വീഡിയോ ചെയ്യുമ്പോൾ ആദ്യം പറയുന്നൊരു കാര്യം, ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള വീഡിയോ കണ്ടൻ്റാണ്, റിസർച്ച് കണ്ടൻ്റാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ സീരീസ് നിങ്ങളിതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുമ്പോൾ അതനുസരിച്ച് ഇതിൻ്റെ ഫർദറായിട്ട് അതുമായി ബന്ധപ്പെട്ടും അതിൻ്റെ പുതിയ കണ്ടൻറ്റുമായി ബന്ധപ്പെട്ടും അതിൻ്റെ നമ്പർ 1, നമ്പർ 2, നമ്പർ 3 എന്ന് പറയുന്ന രീതിയിലുണ്ടായിരിക്കും. കാരണം നിങ്ങൾക്ക് സംശയങ്ങളുണ്ടായിരിക്കും. ആ സംശയങ്ങൾ ദൂരീകരിക്കുന്ന രീതിയിൽ റിസർച്ച് മെറ്റീരിയലും കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും ഈ വീഡിയോയുടെ, പിന്നെ ഫർദറായിട്ടുള്ള വീഡിയോയുടെയൊക്കെ അതിൻ്റെ പിക്ചറൈസേഷൻ ചെയ്യുന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രിയും മന്ത്രിമാരും BJPയും ഇന്ത്യ ഭരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടി, അതായത് റെക്കോർഡ് ടൈമാണ് 3ാമത്തെ ടൈമിലോട്ട് 1 വർഷം കഴിഞ്ഞ് 12ാമത്തെ വർഷത്തിലോട്ട് കയറുന്നു. അവർ പറയുന്നൊരു സംഭവമുണ്ട്, 2047 ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം വികസിത ഭാരതാകും. വികസിത ഭാരതാകുമ്പോൾ പറയുന്നൊരു കാരണമുണ്ട്. ഇന്ത്യയുടെ എക്കോണമി എന്ന് പറയുന്ന 4.34 ട്രില്യൺ എന്നായിരിക്കുകയില്ല. ഇപ്പോൾ 2026 2047 എന്ന് പറയുമ്പോൾ നിങ്ങൾ കണക്ക് കൂട്ടാൻ എത്ര വർഷമാണ്. അപ്പം അതിനുശേഷം ഇന്ത്യയുടെ, അതായത് GDP എന്ന് പറയുന്നത് ഏകദേശം 30 ട്രില്യൺ എക്കോണമിയിൽ വരുമെന്നാണ് പറയുന്നത്. അപ്പം 30 ട്രില്യൺ എക്കോണമിയിൽ ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം 2047 പോകുമ്പോൾ മനസ്സിലാക്കേണ്ടതാണ്, ഞാൻ ജീവനോടെ കാണുകയില്ല, ഇത് കേൾക്കുന്ന പലരും ജീവനോടെ കാണുകയില്ല. കാരണം നമ്മുടെ പ്രായവും അസുഖവും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ വീഡിയോയുടെ കണ്ടൻറ്റ് നിങ്ങൾക്ക് പല ആൾക്കാരോടും പറയാം. അത് ചിലപ്പോൾ യൂട്യൂബിനകത്ത് അന്നും ഈ വീഡിയോയുടെ കണ്ടൻറ്റ് കാണുമായിരിക്കും. അതായത് ഞാൻ കൃത്യമായിട്ട് പറയാം, 2047 ഇന്ത്യ എന്ന മഹാരാജ്യം 30 ട്രില്യൺ എക്കോണമിയിലാകുമ്പോൾ ഇന്ത്യയുടെ പകുതി ശതമാനത്തിൽ താഴെ, അതായത് ഇന്ത്യയുടെ ഇന്നത്തെ ജനസംഖ്യയുടെ പകുതി ശതമാനത്തിൽ താഴെ, ഏകദേശം പകുതിക്ക് താഴെ അവർ ഹിന്ദു വിശ്വാസികളായിരിക്കുകയില്ല. നിങ്ങൾ ഞെട്ടലുണ്ടാക്കാം, കറക്റ്റാണ്. അവർ ഈ ഹിന്ദുത്വ രാഷ്ട്രം എന്ന് പറയുന്നതല്ല സംഭവം ഉണ്ടാകാൻ പോകുന്നത്. ഇന്ത്യ എന്ന് പറഞ്ഞ 2047 ഹിന്ദു വിശ്വാസികളുടെ ഇടം ഇന്ത്യയുടെ പോപ്പുലേഷൻ എടുക്കുമ്പോൾ, ആ സമയത്ത് 2047 ഇന്ത്യയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് അതായത് 100 കോടിക്ക് താഴെയായിരിക്കും. ഇന്ന് 140 കോടി പറയുന്നു. പക്ഷെ അന്നുണ്ടാകുന്ന ഇന്ത്യയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 100 കോടിക്ക് താഴെയാകും. ആ പോപ്പുലേഷനിൽ 50% താഴെ മാത്രമേ ഉള്ളൂ ഹിന്ദു ബിലീഫ്സ്, അതായത് ഹിന്ദു മത വിശ്വാസികൾ ഉണ്ടാകുന്നത്. ബാക്കിയൊക്കെ മറ്റുള്ള മതവിശ്വാസികളാകും. ഇന്ത്യയിലെ അമ്പലങ്ങളുടെ എണ്ണം 2047 ഇന്ന് ഈ കാണുന്ന അമ്പലങ്ങളുടെ പകുതിയിൽ 1/4% മാറും. ഇനി അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇതുണ്ടാകുന്നത്. അതിനു മുമ്പ് ചില കാര്യങ്ങൾ നിങ്ങളുടെ റെഫറൻസിന് വേണ്ടി ഇട്ട് തരാം. ഈ അടുത്തിടയ്ക്ക് ബോംബെയിൽ RSSൻ്റെ 100ാമത്തെ അവരുടെ വാർഷിക പൊതുയോഗ സംഭവത്തിൽ RSSൻ്റെ ചീഫ് മോഹൻ ഭാഗവത് ഒരു ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റ്, ഒരു റിക്വസ്റ്റ് രീതിയിൽ അദ്ദേഹം പറയുകയുണ്ടായി, ഘർ വാപ്പസി പൂർണ്ണ രീതിയിൽ തുടങ്ങണം. രണ്ടാമത്തേത് കൺവേർഷൻ എന്ന സംഭവം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കണം. ഇത് വെറുതെ പറഞ്ഞതല്ല, ഇത് വെറുതെ തട്ടിവിട്ടൊന്നുമല്ല. ഈ ഘർ വാപ്പസി ഈ പറയുന്ന 2047 ഏകദേശം ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ മാസവും ഏകദേശം 500% ആക്കിയില്ല എങ്കിൽ 500% ഇന്ത്യ എന്ന് പറഞ്ഞ ഹിന്ദുക്കൾ മൈനോറിറ്റി ആയിട്ട് പോകും. കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അതുകൊണ്ട് തന്നെയാണ് ഇത് പറഞ്ഞേക്കുന്നത്. ഇന്ത്യയിലെ ഹിന്ദു വിശ്വാസികളുടെ എണ്ണം പകുതിയിലധികം കുറയും. എന്തുകൊണ്ടാണ് RSS പറയുന്നത് ഇന്ത്യയിലെ ജനസംഖ്യ കൂട്ടണം, കുട്ടികളുടെ എണ്ണം കൂട്ടണം, അർബനിലുള്ള കുട്ടികളുടെ എണ്ണം കൂട്ടി? എന്തുകൊണ്ട് ഈ പറയുന്നതിൻ്റെ കാര്യം എന്താ, റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയുടെ അർബൻ പോപ്പുലേഷൻ ഏകദേശം 30% മുകളിൽ ഇന്ത്യയുടെ എക്കോണമി അല്ല.
ഈ അർബൻ പോപ്പുലേഷനിലാണ്. ഈ അർബൻ പോപ്പുലേഷൻ്റെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് 20 വർഷം കൊണ്ട് പ്രത്യക്ഷത്തിലുണ്ടായ സംഭവമാണ്. ഇവരുടെ അർബൻ പോപ്പുലേഷനിലെ ഏകദേശം 50 മുതൽ 60% ഇവരുടെ കുട്ടികൾ വിദേശത്ത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വിദേശത്ത് പഠിക്കാൻ പോകുന്ന കുട്ടികൾ, അതായത് നമ്മൾ ഈ പറയുന്ന ന്യൂ ജനറേഷൻ അതിനു മുമ്പുള്ള ജനറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ പഠിക്കാൻ പോകുന്ന കുട്ടികൾ, അതേപോലെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷന്, ഇവരൊന്നും ഹിന്ദു വിശ്വാസികളുടെ കാഠിന്യമുള്ളവരല്ല. അവരുടെ പേരൻസ് ഹിന്ദുക്കളായിരുന്നു, അതിൻ്റെ പേരിൽ ഹിന്ദു വിശ്വാസികളായി. പിന്നീട് ഇവർ അമേരിക്കയിലോ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പഠിക്കാൻ പോകുമ്പോൾ ഇവരിൽ പിന്നുണ്ടാകുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് കണക്കുകളുണ്ട്. അതിൽ 16 മുതൽ 18% വരെ ഇവർ കൺവേർട്ട് ചെയ്ത് ക്രിസ്ത്യനായിട്ട് പോകുന്നു. ഉള്ള സംഭവമായത്. അതുകൊണ്ടാണ് ഈ പറയുന്ന RSS സംഘപരിവാറും ഇന്ത്യയിലെ അർബൻ ക്ലാസ് വിദേശത്ത് പോയി പഠിക്കുന്നതിന് വലിയ പ്രശ്നമുണ്ടാക്കുന്നത്. അതായത് ഇന്നത്തെ ഇന്ത്യയുടെ ന്യൂ ജനറേഷൻ, പ്രത്യേകിച്ച് അർബൻ ക്ലാസ്, അവർക്ക് ഈ പറയുന്ന കാസ്റ്റും ഡിസ്ക്രിമിനേഷൻ ഇങ്ങനെയുള്ള സംഭവത്തോ 1% പോലും താല്പര്യമില്ലാത്തവരാണ്. അവരിതിനെ പൂർണ്ണമായിട്ട് എതിർക്കുന്നവരാണ്. പക്ഷേ അവരുടെ പിതാക്കന്മാർ, അവരുടെ പേരൻസ് ആണെങ്കിലും മറ്റുള്ളവരൊക്കെ ഇതിനെ മുറുകെ പിടിക്കുന്നവരാണ്. അതാണ് ഞാൻ പറയുന്നത്, വലിയൊരു ചേഞ്ചാണ് ഇന്ത്യയിൽ നടക്കുന്നത്, സോഷ്യോ എക്കണോമിക് ചേഞ്ച്. ആ ചേഞ്ചിൻ്റെ ഉദാഹരണം കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിരത്തി വെച്ച് തരാം. നേപ്പാൾ ലോകത്തിലെ ഒരേ ഒരു ഹിന്ദു രാജ്യമായിരുന്നു നേപ്പാൾ. ഏകദേശം 2020 നേപ്പാൾ എന്ന് പറഞ്ഞ സെക്കുലർ രാജ്യമായി ഹിന്ദു രാഷ്ട്രം എന്ന് പറഞ്ഞ സ്റ്റാറ്റസ് കോ മാറി. അവിടെ പിന്നെ കമ്മ്യൂണിസം വരുന്നു, അത് വരുന്നു, ഇത് വരുന്നു, കുടച്ചക്രം എല്ലാം കയറി വരുന്നു. പക്ഷെ അതിനകത്തോട്ട് പെനട്രേറ്റ് ചെയ്ത ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ, അതായത് നമ്മൾ മനസ്സിലാക്കുക, നേപ്പാളിലുള്ള ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ അതിൻ്റെ പെനട്രേഷൻ്റെ അകത്ത് ഉണ്ടായേക്കുന്നത് അപ്പർ കാസ്റ്റ് ബ്രാഹ്മിൺസും അതേപോലെ തന്നെ ദളിത് കമ്മ്യൂണിറ്റി ബാക്ക്വേർഡ് ക്ലാസ്സിലുള്ളവർ വലിയ രീതിയിലാണ് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. അത് ആ യാഥാർത്ഥ്യം നിങ്ങൾ മറക്കരുത്. അതിനൊരു തെളിവും കൂടെ തരാം. പണ്ടൊക്കെ നേപ്പാൾ എന്ന് പറഞ്ഞ രാജ്യം, ആ ചെറിയ രാജ്യം, അവിടെയുള്ള അധികം പേര് ഇന്ത്യയിൽ വന്ന ജോലി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ആ ഒരു മാറ്റമുണ്ടായത് കഴിഞ്ഞ 20 വർഷം കൊണ്ടാണ്. അവരുടെ എക്കോണമിയിൽ മാറ്റമുണ്ടായത്. വളരെയധികം നേപ്പാളീസ് വിദേശ രാജ്യങ്ങളിലും, കൊറിയയിലാണെങ്കിലും ജപ്പാനിലാണെങ്കിലും ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളും ഗൾഫിലാണെങ്കിലും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഇവർ ജോലി അന്വേഷിച്ച് ലേബറായിട്ടൊക്കെ പോകാൻ തുടങ്ങി. അവരിലുണ്ടായൊരു മാറ്റം അവർ തിരിച്ച് നേപ്പാളിൽ വന്ന് ചെയ്തു. പിന്നെ കേരളത്തിലെ മലയാളികളായ, പ്രത്യേകിച്ച് കൊല്ലം, പത്തനംതിട്ട, തിരുവനന്തപുരം, അതേപോലെ തന്നെ കോട്ടയം, ആ മേഖലയിലുള്ള പെന്തക്കോസ്ത് പാസ്റ്റർമാർ അവിടെ റവല്യൂഷനൈസ് ചെയ്യുക, ആ വാക്കാണ് ഉപയോഗിക്കുന്നത്. ഇന്ന് നേപ്പാളിൻ്റെ യഥാർത്ഥ കണക്കെടുക്കുകയാണെങ്കിൽ അവിടെ ഹിന്ദു വിശ്വാസികൾ പകുതിയിൽ താഴെയാണ്. കാരണം സോഷ്യൽ എഞ്ചിനീയറിങ്, എക്കോണമി, ഈ സംഭവങ്ങളിലുണ്ടായ മാറ്റമാണ് പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഈ പറയുന്ന വലിയ അവിടെ ഒരു റവല്യൂഷൻ, അതായത് ജെൻസി റവല്യൂഷൻ ഉണ്ടായ സമയത്ത് നിങ്ങൾ കണ്ടു കാണും, അവിടെയുള്ള എല്ലാ ആളുകളും ഒന്നടങ്കം ഒരു ഹിന്ദു രാഷ്ട്രമായ, അത് ഹിന്ദു ഭൂരിപക്ഷ രാഷ്ട്രമായ ഇന്ത്യയാണ് തള്ളിക്കളയുന്നത്. അവിടെ RSSകാർ, ഇതേപോലെ തന്നെ RSSനെയും BJPയും സപ്പോർട്ട് ചെയ്യുന്ന മീഡിയ അവർ അടുപ്പിക്കുന്നില്ല. ഇന്ത്യയിൽ നിന്നും പോയ, അതായത് പിൽഗ്രിംസിനെ പോലും ആ മണ്ണിൽ അവർ കയറ്റുന്നില്ല. ഇതിൻ്റെ കാര്യം എന്താ? കാരണം അവരിലുണ്ടായിരിക്കുന്ന ആ കൺവേർഷനാണ് ഈ സത്തിന് പ്രധാനപ്പെട്ട കാരണം. അതായത് ചെറിയ ഹിന്ദു രാജ്യമായ നേപ്പാളിൽ ഇതൊരു സ്ഫോടനമായിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പാർഷ്യൽ സംഭവം നമുക്ക് കാണാൻ സാധിക്കും. ഡാർജിലിങ്ങിൽ പോയാൽ കാണാൻ സാധിക്കും, സിലിഗുഡിയിൽ പോയാൽ കാണാൻ സാധിക്കും. അതേപോലെ നോർത്ത് ഈസ്റ്റ് ഭൂട്ടാനിലോട്ടും ആ റോഡുകളിലോട്ടും സിക്കിമിലോട്ടും ഗാങ്ടോക്കിലോട്ടും അവിടെയൊക്കെ പോകുമ്പോൾ, ആ റോഡുകളിൽ കൂടെ പോകുമ്പോഴും ആ വില്ലേജുകളിലൊക്കെ പോകുമ്പോൾ ഞാൻ കൃത്യമായിട്ട് പറയാം, അവിടെ ഒറ്റ ഹിന്ദുക്കൾ ആ വാക്ക ഉപയോഗിക്കുന്നേ. എത്ര ഹിന്ദുക്കൾ കാണാം അവിടെ ഇഷ്ടം പോലെ അമ്പലങ്ങളുണ്ടായിരുന്നു, ബുദ്ധിസ്റ്റ് ക്ഷേത്രങ്ങളുണ്ടായിരുന്നു, ഇൻക്ലൂഡിങ് ഡാർജിലിംഗ്. ഇന്ന് എത്ര പേര് അവിടെ പോകുന്നുണ്ട്? അതായത് നേപ്പാളിലുണ്ടായ സംഭവം ഇന്ത്യയുടെ ഭാഗത്തും കയറിയുണ്ടായി. അതായത് നിങ്ങൾ ഈ കാണുന്ന നേപ്പാളി കമ്മ്യൂണിറ്റി
അത് ഇന്ത്യൻ ഗൂർഖകൾ എന്ന് അവരെ പറയുന്നത്. അവരെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. അവർ ഏത് വിശ്വാസികളാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം ആദ്യം. അതിൻ്റെ റൂട്ട് തപ്പി അങ്ങ് പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ നിങ്ങൾ പിടികിട്ടും. അതായത് വലിയൊരു ശതമാനം നേപ്പാളി ഗൂർഖകൾ, ഇന്ത്യയിലുള്ള ഗൂർഖകളും നേപ്പാളിലുള്ള ഗൂർഖകളും അവരവരുടെ ഹിന്ദു വിശ്വാസം വിട്ടിട്ട് അവർ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യനാണ്, ഹാർഡ് കോർ ക്രിസ്ത്യനായിട്ട് മാറി. ഇന്ന് ഡൽഹിയിൽ ഇതേപോലെയുള്ള ഈ പറയുന്ന നേപ്പാളി കമ്മ്യൂണിറ്റിയിലുള്ളവർ, അതായത് ഇന്ത്യൻ നേപ്പാളി ആണെങ്കിലും നേപ്പാളിലുള്ള നേപ്പാളി ഗൂർഖകളാണെങ്കിലും ആ കമ്മ്യൂണിറ്റിക്കകത്ത് എത്ര പാസ്റ്റർമാരാണ് ഡൽഹിയിലാണെങ്കിലും ഇന്ത്യയുടെ പല സിറ്റികളിലും, അതായത് ഹിന്ദിക്കാരുടെ ഇടയ്ക്ക് വർക്ക് ചെയ്യുന്നത്. ഞാനത് ഒരു പാസ്റ്ററിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ വരാനുള്ള 1-2 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ മുമ്പിൽ ചിറ്റ് ചാറ്റിൽ കൊണ്ടുവരുന്നതായിരിക്കും. ഇനി അടുത്തൊരു പോയിന്റ്, അതായത് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള പോയിന്റ്, തമിഴ്നാട് എന്ന് പറയുന്നത് ദ്രാവിഡിയൻ കൾച്ചറിലാണ്. അവിടെ അവിടെ അപ്പർ കാസ്റ്റ് ആയിട്ടുള്ള ബ്രാഹ്മൺസ് മുഴുവനും അവരെ മുഴുവൻ അത് വൈപ്പ് ഔട്ട് ചെയ്തിട്ട് അങ്ങ് പോയി. ആ ദ്രാവിഡിയൻ കൾച്ചർ വരികയും പിന്നീട് അവിടെ ഒരു ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ്റെ കടന്നുകയറ്റം വരികയും ചെയ്തു കഴിഞ്ഞപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അവിടെ ഓരോ ഞായറാഴ്ചകളിൽ, അതായത് കൂടാരം പോലെ കെട്ടി താൽക്കാലിക അത്ര പേര് അവിടെ കൂടുന്നെന്ന് മനസ്സിലായിക്കോണം. അവിടെ ഈ പറയുന്ന പൊളിറ്റിക്സ് ആണെങ്കിലും ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ആണെങ്കിലും അവരുടെ കയ്യിലോട്ട് ഈ സാധനം അങ്ങ് പോയി. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ്, അത് സോഷ്യോ എക്കണോമിക് ഇഷ്യൂ ആണ് ഞാൻ പറയുന്നത്. തമിഴ്നാടിൻ്റെ എക്കോണമി നോക്കുക. ഒരു സമയത്ത് തമിഴ്നാടുകാർ കേരളത്തിലും മറ്റുള്ളിടത്തിലും ഒക്കെ ജോലി ചെയ്യാൻ പോകുമായിരുന്നു ലേബറായിട്ട്. ഇന്ന് ഏതെങ്കിലും തമിഴ്നാട്ടുകാരനെ കേരളത്തിൽ ലേബറായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പണ്ടൊരു സമയത്ത് ഞാൻ സ്കൂളിലും കോളേജിലൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തമിഴ്നാട്ടിൽ നിന്നുള്ള ലേബർ, കാരണം പത്തനാപുരം എന്ന് പറയുന്നത് ചെങ്കോട്ട, തെമ്മല ഇതിൻ്റെ ബോർഡറായിട്ട് വരുന്ന സംഭവമാണ്. അവിടെ നിന്നാണ് അവർ ഏറ്റവും കൂടുതൽ വരുമായിരുന്നു, ജോലിയും പരിപാടിയും അതും ഇതും, ഭിക്ഷക്കാർ ഉൾപ്പെടെ പല ജോലിയും ചെയ്യാൻ വേണ്ടി. പക്ഷേ ഒരു സംഭവം ഉണ്ടായി, ആ എക്കോണമി മാറി, അവിടുത്തെ ജനങ്ങൾ സോഷ്യോ എക്കണോമിക് സെറ്റപ്പ് അവരുടെ മാറി. അതെല്ലാം മാറിക്കഴിഞ്ഞപ്പോൾ അവരുടെ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായ അവരുടെ ബിലീഫ്സ്, അതായത് മനുസ്മൃതിയാണെങ്കിലും ഈ സംസ്കൃതമാണെങ്കിൽ ഈ സംഭവം ഇല്ലാതായി. ഈ പറയുന്ന ബാക്ക്വേർഡ് ക്ലാസ് മുഴുവനും വലിയൊരു ശതമാനം ഇത് കൺവേർട്ടായി മാറി. അതായത് നേറ്റീവ് സഭകളായി മാറി, നേറ്റീവ് ചർച്ചുകളായിട്ട് മാറി. ഇത് ചെറിയ ഹൗസ് ചർച്ചായിരുന്നു, ഇതായിരുന്നു. പിന്നീട് നിങ്ങൾ തമിഴ്നാട്ടിൽ സഞ്ചരിച്ച് നോക്കണം. ഈ പറയുന്ന ഹിന്ദു കൾച്ചറും അവിടുത്തെ ഹിന്ദു ടെമ്പിൾസിനകത്ത് ഒരു സമയത്ത് വലിയൊരു കൂട്ടം ആളുകൾ പോയിരുന്നു. ഇന്ന് ആളുകളെ രാവിലെയും പകലും ഒന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല. അതിനൊരു ക്ലാസിക് എക്സാമ്പിളാണ്, പണ്ട് ശബരിമലയിൽ ഏറ്റവും കൂടുതൽ വന്നിരുന്ന തമിഴന്മാരായിരുന്നു. ഈ തമിഴന്മാരെവിടെ പോയി? ചോദ്യമാണ്. ഈ തമിഴന്മാരൊക്കെ ഇന്ന് എവിടെ പോയി? അപ്പം ഈ ചോദ്യമൊക്കെയാണ് ഇതിൻ്റെ റിസർച്ചിനും മെറ്റീരിയൽ എന്ന് പറയുന്നത്. അതായത് അവർ കൺവേർട്ടായിപ്പോയി. അതേപോലെ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരുന്ന ആന്ധ്രാക്കാർ, അവരെവിടെ പോയി? അവരെല്ലാം ഇത് കൺവേർഷൻ ഉണ്ടായി. ഇതതിൻ്റെ കാര്യം. അപ്പം ഈ മാറ്റം എന്ന് പറഞ്ഞ് GDP-യിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ഏകദേശം 1 ട്രില്യൺ അടുപ്പിച്ചാണ് പറയുന്നത്. അതായത് എക്കോണമി സ്ട്രെങ്തൻ ചെയ്തു. ഈ പറയുന്ന അവർക്ക് ജോലി കിട്ടി, അവർക്ക് ബിസിനസ് കിട്ടി, അത് കിട്ടി, ഇത് കിട്ടി. അതോടുകൂടി ഒരു സംഭവം ഉണ്ടായി, അവരുടെ ഇടയ്ക്കൊന്ന് ഹിന്ദു വിശ്വാസം ഇല്ലാതായിട്ടങ്ങ് മാറി. ഇതാണ് ഞാൻ പറഞ്ഞ എന്താണ് നേപ്പാളിലുണ്ടായത്, അത് തമിഴ്നാട്ടിലുണ്ടായി. എന്താണ് നേപ്പാളിൽ സംഭവിച്ചത്, അത് സൈലൻ്റായിട്ട് ആന്ധ്രയിലുണ്ടായി. അത് ഇപ്പോൾ ഈ പറയുന്ന കർണാടകയുടെ പല ബെൽറ്റിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പഞ്ചാബിലുണ്ടായത്? സോഷ്യോ എക്കണോമിക്, അവിടുത്തെ ബാക്ക്വേർഡ് ക്ലാസ്സിനും അവർക്കൊരു സ്റ്റാറ്റസ് കിട്ടി ലൈഫിൽ. കാരണം എക്കോണമി മാറി, അവരുടെ കാര്യങ്ങളൊക്കെ നടക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് അവർക്ക് സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ വലിയ ഘടകമാണ്. അതുകൊണ്ട് പഞ്ചാബിൽ ഈ സംഭവം ഉണ്ടായി. ഇനി നിങ്ങൾ നോക്കുക, എന്താണ് ഈ പറയുന്ന ഒറീസയിലുണ്ടാകുന്നത്? ഇത് ഇത് പേടിച്ചിട്ടാണ് ഈ പറയുന്ന ബജരാങ് ദളാണെങ്കിലും സംഘപരിവാർ ആണെങ്കിലും എന്ത് ചെയ്യണമെന്നറിയത്തില്ല അവർക്ക്. ആ രീതിയിലാണ് അതിൻ്റെ പ്രധാനമായിട്ട് ഇവർ കിടന്ന് ബഹളമുണ്ടാക്കുന്നത്. ഉറപ്പായിട്ടും ഇതിനെല്ലാം ഈ വിത്ത് പാകിയത് മലയാളികളാണ്.
ഇദ്ദേഹത്തെ കാത്തലിക് സഭയ്ക്ക് വലിയ റോളില്ല. കാത്തലിക് സഭയ്ക്ക് റോളുണ്ടായിരുന്നു. അവർ ഇനിഷ്യൽ സ്റ്റേജിൽ ഇവിടെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കി. അവർ ഈ കൺവേർഷനൊന്നും പോയില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സംഭവങ്ങളും ഈ പറയുന്ന ചെറിയ ചെറിയ ഹോസ്പിറ്റലും പല ഇവിടെ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ആ ഗ്രൗണ്ടിൽ കൂടെ കയറി. പക്ഷേ ഇത് ഹാർവസ്റ്റ് എന്ന് പറയുന്ന ആ വാക്കാണ് പെന്തക്കോസ്തുകാർ ഉപയോഗിക്കുന്നത്. ഹാർവസ്റ്റ് എന്ന് പറഞ്ഞ് പെന്തക്കോസ്റ്റുകാർ മലയാളികളാണ് വന്ന് ചെയ്തിട്ട് ഇവിടെയുള്ള ചർച്ചുകളെല്ലാം നേറ്റീവ് ചർച്ചുകളാക്കി മാറ്റി. അപ്പം നിങ്ങൾ ചോദിക്കാം മുസ്ലിംസിനെ, നിങ്ങൾ ഈ മുസ്ലിംസിനെ പറ്റി പറയുന്നത് പല RSS നേതാക്കളും പറഞ്ഞ് അത് അവർ പറയുന്ന അബദ്ധവശാൽ പറയുന്ന അവർക്കറിയത് തെറ്റാന്ന്. കാരണം മുസ്ലിംസിലോട്ട് ആൾക്കാർ കൺവേർട്ട് ചെയ്യുന്നില്ല. കാരണം സ്ട്രിക്റ്റാണ്, ഭയങ്കര അയൺ ഫിസ്റ്റാണ്, പല നിയമങ്ങളാണ്, അതാണ് മാടയാണ്, കുടച്ചക്ര ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടുന്നില്ല. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ സോഷ്യൽ മീഡിയയിൽ ഇഷ്ടംപോലെ ചെറിയ റീലുകളൊക്കെ നോർത്ത് ഇന്ത്യയിൽ നിന്നും ഹിന്ദിയിലും പല ഭാഷയിലും ഉണ്ടാകുന്നുണ്ട്. ഈ വില്ലേജുകൾ ആൾക്കാരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പരിവർത്തനം, അതെന്തിനാണ് മതം മാറിയത്? അവർ പറയും ഞങ്ങൾ മതമൊന്നും മാറിയിട്ട് ഞങ്ങൾ വിശ്വാസമാണ് മാറിയത്. അപ്പോൾ അവരോട് ചോദിക്കുന്നത്, എന്തിനാണ് നിങ്ങൾ മാറിയത്? നിങ്ങൾ എന്തിനാണ് ഈ ചർച്ചയിൽ പോകുന്നത്? നിങ്ങൾ എന്തിനാണ് ഈ പ്രെയർ ഗ്രൂപ്പിൽ പോകുന്നത്? അവർ പറയുന്നൊരു സംഭവമുണ്ട്, ഇവർക്ക് അസുഖമായിരുന്നു, ഇവരുടെ മക്കൾക്ക് പ്രശ്നമായിരുന്നു, അവരുടെ ഹസ്ബൻഡ് ഭയങ്കരമായിട്ട് മദ്യപിക്കുമായിരുന്നു, അവരുടെ വീട്ടിൽ കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി. അപ്പോൾ ഇതിനകത്ത് മാറ്റങ്ങളുണ്ടായി. അപ്പോൾ ഈ മാറ്റങ്ങളുണ്ടായതിൻ്റെ പേരിലാണ് അവർ കൺവേർട്ടായത്. ഇത് വലിയ സോഷ്യൽ മീഡിയയിലൊത് ഇതേപോലെ റീലൊക്കെ അവിടെയുള്ള RSSകാരും ബജറാങ് ദളുകാരൊക്കെ ഇടുമ്പോൾ ഇത് കാണുന്ന 10 പേര്, ഈ കാണുന്ന 10 പേരിൽ 5 പേർക്കാണെങ്കിലും അല്ലെങ്കിൽ 8 പേർക്കാണെങ്കിലും ഇതേപോലെ അസുഖങ്ങളും പ്രശ്നവും മദ്യവും പ്രശ്നമൊക്കെ ഉള്ളവരാണ്. അപ്പോൾ അവരിത് എന്തുവാണെന്ന് കാണാൻ വേണ്ടി പോകും. ഇതാണ് ഈ പറയുന്ന ഇവർ ചെയ്യുന്ന സംഭവം. ഇവർ നെഗറ്റീവ് ഉദ്ദേശിച്ചാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ അത് പോസിറ്റീവാണ് ഫലം ചെയ്യുന്നത്. കാരണം കൂടുതൽ ആൾക്കാർ അറിയാൻ തുടങ്ങി. അതിൻ്റെ പേരിലാണ് ഗ്രാമങ്ങൾ തോറും ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ ഇതിന് കൂടുതൽ പഞ്ചുണ്ടായത്. ഇതിനകത്ത് മറ്റൊരു സംഭവം ഉണ്ടായി. അതായത് ഈ പറയുന്ന ചർച്ചുകൾ അറ്റാക്ക് കൊണ്ട് വീട്ടുകളിലെ പ്രെയർ ഗ്രൂപ്പ് അതിനെ അടിയുണ്ടാക്കുന്നു. അതുണ്ടായ സമയത്ത് ബജറാങ് ദൾ ഉദ്ദേശിച്ചു പഴയ പോലെ ബുൾഡോസ് ചെയ്തങ്ങ് കളയാം. അപ്പോഴാണ് അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രശ്നമായൊരു സംഭവം ഉണ്ടായിരുന്നു. അതിന്ന് ഗവൺമെൻറ്റിനും പിടികിട്ടി, BJPക്കും പിടികിട്ടി, സംഘപരിവാറിനും പിടികിട്ടി. ഈ ദളിത് സംഘം ഒന്നായി. ഭീം സേന, അതായത് ഭീം ആർമി എന്ന് പറഞ്ഞ ചന്ദ്രശേഖർ ആസാദിൻ്റെ ഒരു സംഭവം ആകെ UPയിൽ ഒരു പോയിന്റിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഈ നോർത്ത് ഇന്ത്യൻ ബെൽറ്റുകളിൽ അതിന് ആൾക്കാർ പെട്ടെന്ന് കൂടി. ഇത്രയും ആൾക്കാരെങ്ങനെ അതിൻ്റെ അകത്ത് കൂടിയത്? ഈ പെന്തക്കോസ്തുകാർ ഇവാഞ്ചലിസ്റ്റ് മുഴുവൻ അതിൻ്റെ അകത്ത് കയറി അങ്ങ് ചേർന്നു. കാരണം അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ഭീം ആർമി അങ്ങ് തയ്യാറായി. അങ്ങനെ ചന്ദ്രശേഖർ ആസാദിൻ്റെ ഓരോ പ്രോഗ്രാമിന് നിങ്ങൾ നോക്കുക, ലക്ഷങ്ങളാണ് പങ്കെടുക്കുന്നത്. അയാളുടെ ഒരു പ്രോഗ്രാമിന് പോലും നോർത്ത് ഇന്ത്യയിൽ ഞാൻ പോയി കണ്ടിട്ടൊക്കെ റിപ്പോർട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത്രയും ആൾക്കാർ കൂടിയിട്ടില്ല. ഇപ്പം ഇത്രയും ആൾക്കാർ UPയിലും ബീഹാറിലും ഛത്തീസ്ഗഡിലും കൂടുന്നതിൻ്റെ കാര്യം എന്താ? കാരണം ഒരു ദളിത് മൂവ്മെൻ്റാണ്. ആ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ചന്ദ്രശേഖർ ആസാദ് മുമ്പിൽ നിൽക്കുന്നു. അയാൾ രണ്ടും കൽപ്പിച്ച ആൾക്കാരെ സെറ്റ് ചെയ്യുന്നു. ഒരു വലിയൊരു പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ് ഉണ്ടാവുകയാണ്. കാരണം BSP തകർന്നു പോയി, മറ്റുള്ള ദളിത് മൂവ്മെൻറ്റ് തകർന്നു പോയി, രാംവിലാസ് പാസ്വാൻ്റെ മൂവ്മെൻറ്റ് തകർന്നു പോയി. ഭീം ആർമി എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ ബജറാങ് ദളിനെ അല്ല BJPയെ ചലഞ്ച് ചെയ്യുന്നൊരു മൂവ്മെൻ്റ് ഉണ്ടാകാൻ പോവുകയാണ്. അതിനകത്ത് OBCയും കൂടെ മേർജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അപ്പർ കാസ്റ്റിൻ്റെ കാര്യം വെടിതീരും. അതോടുകൂടിയാണ് ഇതിനൊരു മറ്റൊരു രൂപത്തിലോട്ട് വരും, ഒരു മിലിറ്റൻ്റ് രൂപത്തിലോട്ട് ഈ സാധനം കയറി വരും. അതാണ് ഞാൻ നേരത്തെ പല വീഡിയോയിൽ പറഞ്ഞത്. വരാൻ പോകുന്നൊരു സമയത്ത് ഈ പറയുന്ന അപ്പർ കാസ്റ്റ് അവർ ഇത്ര ശതമാനമേ ഉള്ളൂ. അവർ ഈ പല കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതും മനുസ്മൃതി ഇതൊക്കെ പറഞ്ഞ് ഇവിടുത്തെ ബാക്ക്വേർഡ് ക്ലാസ്സിനെ OBCയെ തഴഞ്ഞു വെച്ചിരുന്നു. ഇന്ന് OBCക്ക് എഡ്യൂക്കേഷൻ കിട്ടി, അവന് പറയാനുള്ള ധൈര്യമുണ്ട്, അവന് ആർഗ്യൂ ചെയ്യാനുള്ള മാറ്ററുണ്ട്, അവൻ്റെ കൂട്ടത്തിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ട് ആൾക്കാരുണ്ട്. ഈ ചർച്ച് പോലെയുള്ള ഓർഗനൈസേഷൻ അവനെ പൂർണ്ണമായിട്ട് അവന് ഗൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെയാണ് സംഭവത്തിൻ്റെ തുടക്കമെന്ന് പറയുന്നത്. ആ തുടക്കമെല്ലാം കൂടെ വെച്ചുകൊണ്ട് ആദ്യത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതായത് 2047 ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത്, ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്ത് ഞാൻ പറയുന്നത് ഒരു പ്രൊഫസിയായിട്ട്, ഒരു പ്രവചനമായിട്ട് വേണം നിങ്ങൾക്ക് എടുക്കാം. 2047 ഇന്ത്യയിൽ ഹിന്ദു ബിലീവേഴ്സ് എന്ന് പറയുന്നത് പകുതിക്ക് താഴെയായിരിക്കും, ചിലപ്പോൾ അതിനും താഴെ പോകും. ഇന്ത്യയുടെ ഗ്രാമങ്ങളും
ഇന്ത്യയുടെ പട്ടണങ്ങൾ, അതായത് പുതിയ വരുന്ന ജനറേഷനും അവർക്കൊന്നും ഹിന്ദു മിഥോളജിയോടും അതിനോട് 1% താല്പര്യമില്ല. ഈ കാണുന്ന അമ്പലങ്ങളുടെ എണ്ണം കുറയും, ഈ പറയുന്ന പൂജയും അങ്ങനെയുള്ള സംഭവങ്ങൾ കുറയും. അവരുടെ തോട്ട് എന്ന് പറയുന്ന മോഡേണിസം ആയിരിക്കും. അതിനവർക്ക് ഏറ്റവും അനുയോജ്യമായ ഘടകം, മതം, ബിലീഫ്സ് എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റി ആയിരിക്കും. ഇതാണ് ഏറ്റവും ക്രൂഷ്യലായിട്ട് ഒരു സോഷ്യോ എക്കണോമിക് ചേഞ്ച് ലോകത്തുണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് ഇന്ത്യയിലുണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ നേപ്പാളിൽ കണ്ടു, നമ്മൾ തമിഴ്നാട്ടിൽ കണ്ടു, നമ്മൾ ആന്ധ്രയിൽ കണ്ടു. ഈ ചേഞ്ചാണ് ഉണ്ടാകാൻ പോകുന്നത്. അതിൻ്റെ കാരണം തന്നെയാണ് പഞ്ചാബ്, അതിൻ്റെ കാരണം തന്നെയാണ് ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളെ ഞാൻ പറ്റി പറഞ്ഞത്. നിങ്ങളിതിനെപ്പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്കിതിൻ്റെ താഴെ എഴുതാം. ഇതുമായിട്ടനുബന്ധിച്ച് അതിൻ്റെ അടുത്ത വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും.